السلام عليكم ورحمة الله وبركاته. الحمد لله وكفى نحمده ونصلي على رسوله الكريم أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس إنا خلقناكم من ذكر وأنثى وجعلناكم شعوبا وقبائل لتعارفوا صدق الله العلي العظيم. ആദരണീയ ബഹുമാന്യ ഗുരുവര്യന്മാർ, ജഡ്ജസ്, റിബാത്തിൻ്റെ ഈ മഹനീയ സദസ്സിൽ വളരെയേറെ ക്ഷമയോടെ ഈ സദസ്സിനെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന കാലോചിതമായി പ്രവർത്തിക്കുന്ന കലാലയത്തിൻ്റെ കലാപ്രതിഭകളോട് വളരെ ആമുഖങ്ങളൊന്നുമില്ലാതെ തന്നെ ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അന്ധതയും അധർമ്മങ്ങളും അനാചാരങ്ങളിലും കഴിഞ്ഞുകൂടിയിരുന്ന ഒരു സമൂഹത്തെ, അതായത് ധർമ്മവും അധർമ്മവും എന്തെന്നറിയാത്ത, നന്മയും തിന്മയും എന്തെന്നറിയാത്ത, സത്യവും അസത്യവും എന്തെന്നറിയാത്ത ഒരു സമൂഹത്തെ, ഒരു മാനവകുലത്തെ അതിൻ്റെ കൃത്യം മാർഗദർശനത്തിനായി പടച്ചവൻ മിന്നത്തായി അയച്ച മാനവികവും മഹാത്ഭുതവുമായ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ലോക ചരിത്രകാരന്മാർ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ 3W സിദ്ധാന്തം, അതായത് വുമൺ വൈൻ വാറിൻ്റെ അടിമകളെന്ന് വിശേഷിപ്പിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ സമൂഹത്തെ ഏറ്റവും സുന്ദരമായ ധാർമ്മിക മൂല്യത്തിൻ്റെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞു കൊടുത്ത്, സത്യവും അസത്യവും മനസ്സിലാക്കി കൊടുത്ത് അവരെ ധാർമ്മിക മൂല്യത്തിൻ്റെ ഉദാത്തമതികളാക്കി മാറ്റുകയായിരുന്നു പരിശുദ്ധമായ ഖുർആൻ. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആൻ ലോക ജനതയോട് സംസാരിച്ചത് യാ അയ്യുഹൽ മുസ്ലിമൂൻ എന്നല്ല, യാ അയ്യുഹൽ മുഅ്മിനൂൻ എന്നല്ല, മറിച്ച് യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു, അല്ലയോ മനുഷ്യരെ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നു മിൻ ദക്കരിൻ വ ഉൻസാ, ഒരു ആണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും, അതായത് ഒരമ്മ പെറ്റ മക്കളെ പോലെയാണ് ഈ പ്രപഞ്ച ലോകത്തിലേക്ക് നിങ്ങളെ ഞാൻ അയച്ചത് എന്ന് പറയുന്നതിനേക്കാൾ മഹത്തരമാർന്ന മാനവികത ഏതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഒരിക്കൽ ഐഷ ബീവിയോട് പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം എന്തായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ ഐഷ ബീവി മറുപടി പറഞ്ഞു, കാന ഖുലുഖുഹു അൽ ഖുർആൻ. പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അത് ഖുർആനായിരുന്നു. അത് സ്നേഹത്തിൻ്റെതായിരുന്നു, അത് ഐക്യത്തിൻ്റെതായിരുന്നു, അത് സമാധാനത്തിൻ്റെതായിരുന്നു, അത് മാനവികതയുടേതായിരുന്നു എന്നതാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. എന്തിനേറെ പറയണം, ഖന്തക് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ സഹാബത്ത് ഒട്ടിയ വയറ്റിൽ കല്ല് വെച്ചിട്ട് കടന്നു വന്നിട്ട് പ്രവാചകനോട് ചോദിക്കുകയാണ്, നമുക്കെതിരിൽ പ്രവർത്തിക്കുന്നവർക്കെതിരിൽ ഒന്ന് ദുആ ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ പോലും പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തുൽ ലിൽ ആലമീൻ, എന്നെ ഈ പ്രപഞ്ച ലോകത്തിലേക്ക് എൻ്റെ പടച്ചവൻ അയച്ചത് ഈ ലോകത്തുള്ള മുഴുവൻ വസ്തുക്കൾക്കും കാരുണ്യത്തിന് വേണ്ടിയിട്ടാണ്, അതിനല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്നതായിരുന്നു പ്രവാചകൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലവും പരിശുദ്ധമായ ഖുർആനും മാനവികതയുടെ ഏറ്റവും സുന്ദരമായ പാഠങ്ങളാണ് നാം ഓരോരുത്തരെയും പഠിപ്പിച്ചത്. ആ ഖുർആനിൻ്റെ ദർശനം, ആ ഖുർആനിൻ്റെ രൂപീകരണം തന്നെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഏകദേശം ഫാത്തിഹയിലൂടെ കടന്നു വന്നിട്ട്, അതായത് പ്രാർത്ഥന എന്ന് പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു ജാഹിലിയത്തിൽ കഴിഞ്ഞ, ഒരു അന്ധതയിൽ കഴിഞ്ഞ ഒരു മനുഷ്യൻ ആ ഖുർആൻ എടുക്കുമ്പോൾ സൂറത്തുൽ ബഖറ എന്ന് പറഞ്ഞു തുടങ്ങി, അതായത് നാൽക്കാലി എന്ന് പറഞ്ഞു തുടങ്ങി, സൂറത്തുൽ ആൽ ഇംറാനിലൂടെ, നിസായിലൂടെ, മാഇദയിലൂടെ, അൻആമിലൂടെ, അറാഫിലൂടെ കടന്നു വന്നിട്ട് ആ സൂറത്തുൽ അഹദിലൂടെ അവൻ സത്യത്തെക്കുറിച്ച് പഠിച്ച്, നീതിയെക്കുറിച്ച് പഠിച്ച്, ധർമ്മത്തെക്കുറിച്ച് പഠിച്ച്, മാനവികതയെക്കുറിച്ച് പഠിച്ച് കൃത്യമായിട്ട് അവൻ അവസാനം അഹദിലൂടെ, ഫലക്കിലൂടെ അന്നാസ്, മാനവികനായ സുന്ദരമായ ഒരു മനുഷ്യനാക്കി മാറ്റുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തത്വസംഹിതയാണ് പരിശുദ്ധമായ ഖുർആൻ. ലോക ചരിത്രത്തിലെ തന്നെ തുല്യതയില്ലാത്ത തരത്തിൽ ഏറ്റവും സുന്ദരമായ തരത്തിൽ സ്വാധീനം ചെലുത്തിയ വ്യക്തികളെ കുറിച്ച് ദ 100 എന്ന് പറയുന്ന ബൈ മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അമേരിക്കൻ ചരിത്രകാരനായ മൈക്കിൾ എച്ച് ഹാർട്ട് ആ പുസ്തകത്തിൽ എന്തുകൊണ്ടാണ് പ്രവാചകനെ ആദ്യമായിട്ട് താങ്കൾ റാങ്ക് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ
ഭൗതികപരമായും ആത്മീയപരമായും സമൂഹത്തിനിടയിൽ ധർമ്മം കൊണ്ടും ഐക്യം കൊണ്ടും വിജയം ലഭിച്ച മാനവികത കാട്ടിയ ഒരേ ഒരു വ്യക്തി അത് പ്രവാചകനായിരുന്നുവെന്നും ആ മനുഷ്യനെ അതിലേക്ക് എത്തിച്ച തത്വസംഹിത അത് പരിശുദ്ധമായ ഖുർആൻ ആയിരുന്നു എന്നതുമാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ ഏതൊരു മനുഷ്യനും മനുഷ്യനെ മനുഷ്യനാക്കി മാറ്റുന്ന, മനുഷ്യൻ്റെ മൂല്യങ്ങൾക്ക് വില കൽപ്പിക്കുന്ന, വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅദിലു, നിങ്ങൾക്കാരോടെങ്കിലും വൈരാഗ്യമുണ്ടെങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യണം? ആ മനുഷ്യരോട് വൈരാഗ്യമുണ്ടെങ്കിൽ പോലും അവരോട് നീതി പുലർത്തുന്ന വിഷയത്തിൽ പോലും അക്രമം കാട്ടരുതേ, അനീതി കാട്ടരുതേ എന്നാണ് പരിശുദ്ധമായ ഖുർആൻ ലോക ജനതയോട്, നമ്മളോട് ഓരോരുത്തരോടും പ്രതിപാദിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഈ പ്രപഞ്ച ലോകത്തിൽ മാനുഷിക മൂല്യങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ തത്വസംഹിതകൾ മാനുഷിക മൂല്യങ്ങളെയും അല്ലെങ്കിൽ ധർമ്മങ്ങളെക്കുറിച്ചും നീതിയെക്കുറിച്ചും സത്യങ്ങളെക്കുറിച്ചൊക്കെ ധാരാളം തത്വചിന്തകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനേക്കാളൊക്കെ കേവലം സിദ്ധാന്തങ്ങൾക്കപ്പുറം ആ പരിശുദ്ധമായ ഖുർആൻ ഒരു മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ അതിനെ എങ്ങനെ പ്രായോഗികവൽക്കരിക്കണമെന്ന് പഠിപ്പിക്കുന്നത്, അത് തീർച്ചയായിട്ടും നാം ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ തന്നെയാണ്. ആ ഖുർആൻ ഈ പ്രപഞ്ച ലോകത്തിലുള്ള ഓരോ വ്യക്തികൾക്കും, തീർച്ചയായിട്ടും ഈ മാനവ ലോകത്ത് ഓരോ വ്യക്തികൾക്കും മാനവികമാണ്, മഹാത്ഭുതമാണ്, മഹത്തരമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, ഈ പ്രപഞ്ച ലോകത്തിൽ ഏറ്റവും ഉത്കൃഷ്ടരായ വ്യക്തികൾ അത് ഖുർആൻ പഠിപ്പിക്കുകയും ആ മാനവികതയുടെ മഹത്തരമാർന്ന ഗ്രന്ഥം പഠിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കിന് വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.